തേന്മാവിന്റെ ഛായയിൽ 3500 സ്ക്വയർ ഫീറ്റിൽ ഒരു ഇരുനില കൊട്ടാരം, നല്ല മനോഹരമായ ഒരു പാലസ്, അതും മെയിൻ റോഡ് അരികിൽ. ഹായ്, നമസ്കാരം. നമ്മുടെ പ്രൈം റിയൽറ്റി കേരള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പറഞ്ഞ സ്ഥലം എവിടാണെന്നറിയാൻ ഒരു കൗതുകം തോന്നുന്നില്ലേ? കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിലെ ഒരു പ്രധാന ചരിത്ര സ്ഥലമുണ്ട്, ചരിത്ര സംഭവം ഉറങ്ങുന്ന സ്ഥലമുണ്ട്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, KK റോഡ് അഥവാ കോട്ടയം കുമ്മളി റോഡ് വെട്ടുന്ന ഒരു റീജന്റെ റാണി ലക്ഷ്മിഭായി ആണ്. ആ റോഡുമായിട്ട് വേലുത്തമ്പി ദളവ നിർമ്മിച്ച റോഡ് സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ മലയോര ഗ്രാമത്തിലെ, വലിയ മലയൊന്നും അല്ല കേട്ടോ, എന്നാലും കിഴക്കോട്ടുള്ള പോക്കാണല്ലോ. ഈ ഗ്രാമത്തിലെ പുളിക്കൽ കവല അഥവാ വാഴൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിനിമയിലൊക്കെ PRO വാഴൂർ ജോസ് എന്ന്. അദ്ദേഹം പഠിച്ച സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട്. കുറച്ചൊന്നും സ്ഥലമല്ല, 78 സെന്റ് സ്ഥലമുണ്ട്. അത് വളരെ തട്ടുതട്ടുകളായിട്ട് കയ്യാലിയൊക്കെ വെച്ച് ഭംഗിയാക്കിയിരിക്കുന്ന സ്ഥലമാണ്. കിണറുണ്ട്, അതുകൂടാതെ കുഴൽക്കിണറുമുണ്ട്. വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. KK റോഡിന്റെ സൈഡിൽ നിന്നും ഏതാണ്ട് ഒരു 50 മീറ്റർ കഷ്ടിച്ച്, അതായത് ഒരു പറമ്പട എന്ന് പറയും, ഇവിടെയൊക്കെ പറയുമ്പോൾ അത്ര ഒരു പറമ്പട അപ്പുറയാണ് ചേർന്നാണ് വീടിരിക്കുന്നത്. അതുകൊണ്ട് വഴിയുടെ ശല്യങ്ങളില്ല. പക്ഷെ ലോറി പോലും കയറി പോകാവുന്ന രീതിയിൽ ഒരു വലിയ ഗേറ്റുമായിട്ടാണ് ഈ കെട്ടിടമുള്ളത്. താമസത്തിന് വളരെ അനുയോജ്യമാണ്. 5 ബെഡ്റൂമാണുള്ളത്, 5 അറ്റാച്ച്ഡ് ആണ്. ഇനി ഇത് കൂടാതെ നമ്മുടെ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ താമസിക്കണമെന്നുണ്ടെങ്കിലോ അവർക്ക് പുറത്ത് വേറെ ബാത്റൂമും ഉണ്ട്. ഇത് കൂടാതെ ഹാളുകളും ടെറസും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് വളരെ രസകരമായിട്ട് നമുക്ക് നല്ല തണലൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. തെങ്ങുണ്ട്, കായ്ക്കുന്ന തെങ്ങുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്. ഇനി ഇതൊന്നും ഇച്ചിരി മീൻകറി കൂട്ടണമെങ്കിൽ കുടംപുളി വേണേൽ കുടംപുളിയുണ്ട്, വാഴയുണ്ട്, ചേനയുണ്ട്, കപ്പയുണ്ട്, എല്ലാ സാധനവും, എല്ലാ കൃഷികളും ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ്. ഇത്രയും സൗകര്യത്തിന് ഈ റോഡിന്റെ അടുത്ത് ഇത്രയധികം സൗകര്യങ്ങളോട് കൂടിയിട്ടൊരു പ്ലോട്ട് കിട്ടാൻ ഒരു വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണെങ്കിൽ സ്കൂള്, മുമ്പേ ഞാൻ പറഞ്ഞു വാഴൂർ ജോസ് പഠിച്ചത്, ആ സ്കൂളാണെങ്കിൽ വളരെ ഫേമസാണ്. അതിനോട് ചേർന്ന് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്കൂളുള്ളത്. അതുകൂടാതെ ഇവിടെ എങ്ങോട്ട് വേണമെങ്കിലും, ഒരു പരിധി വരെ പറഞ്ഞാൽ കേരളത്തിന്റെ ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിലും ഈ ജംഗ്ഷനിൽ നിന്ന് വണ്ടിയുണ്ട്. കോട്ടയത്തിലുള്ള വണ്ടി എപ്പോഴും കാണും. 24 മണിക്കൂർ സർവീസ് കുമ്മളി റൂട്ടിലേക്കുണ്ട്. ചങ്ങനാശ്ശേരിക്കുള്ള വണ്ടികളെ ധാരാളം എല്ലാം കടന്നു പോകുന്ന ഈ ജംഗ്ഷൻ വഴിയാണ്. ആ ജംഗ്ഷന്റെ ഒരു ശബ്ദവും കോലാഹലവും ബഹളവും ഇല്ലാതെയാണ് നമ്മുടെ ഈ വീടിരിക്കുന്നത്. ഇനി ഈ സ്ഥലം നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി അറിയണ്ടേ. ഒന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുണ്ട്, കോളേജുണ്ട്, PG വരെ പഠിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളോട് കൂടിയുള്ള കോളേജുണ്ട് അടുത്ത്. അത് മാത്രമല്ല, ഗവൺമെന്റ് ഓഫീസുകളുണ്ട്. ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ മാറിയാൽ വില്ലേജ് ഓഫീസുണ്ട്, പഞ്ചായത്ത് ഓഫീസുണ്ട്, രജിസ്റ്റർ ഓഫീസുണ്ട്, മറ്റ് സൗകര്യങ്ങളോട് കൂടിയ ഒരു ടൗൺ ഉണ്ട്, കൊടുങ്ങൂർ എന്ന് പറയുന്ന സ്ഥലം, കൊടുങ്ങൂർ. ഇനി അതും പോരാ, നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം പെട്രോൾ പമ്പ് അല്ലേ, ആ പെട്രോൾ പമ്പ് തൊട്ടടുത്ത് തന്നെയുണ്ട്, വലിയ ദൂരെ അല്ലാതെ ഉണ്ട്. ഇനി അതും പോരാ, കൃഷിഭവൻ, ഇത്രയും സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാവർക്കും കൃഷിയുടെ ആനുകൂല്യങ്ങൾ കിട്ടണ്ടേ. കൃഷിഭവൻ ഇതിന്റെ തൊട്ട് മുമ്പിൽ തന്നെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനും അനുയോജ്യമായ, നമുക്ക് ജീവിക്കാൻ അനുയോജ്യമായ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന അനുയോജ്യമായ ഒരു സ്ഥലമാണിത്. വളരെ രസകരമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു പാലസ്. ഇനി ആരാധനയുടെ കാര്യം നോക്കിയാലോ, പള്ളികളുണ്ട്, വേറെങ്ങും ദൂരേക്ക് പോകേണ്ട, ഈ ടൗണിൽ തന്നെയുണ്ട്. അതുകൂടാതെ മോസ്കുണ്ട്, അതുകൂടാതെ ക്ഷേത്രമുണ്ട്. ദൂരേക്കെങ്ങും പോകണ്ട. ഈ ചുരുങ്ങിയ വട്ടത്തിനുള്ളിൽ തന്നെ രാവിലെ ഒരു നടക്കാൻ പോകുന്ന കൂടെ തന്നെ സാധിക്കാവുന്ന രീതിയിലുള്ള ദൂരമേ ഉള്ളൂ. ഇനി ബാങ്കുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട്, കാനറ ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. എന്ത് സൗകര്യമാണ്, എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും ഇവിടെയുണ്ട്, ഈ ടൗണിലുണ്ട്. ഒരു സാധനം വാങ്ങിക്കാൻ ദൂരേക്ക് പോകണ്ട, എല്ലാത്തിനും പറ്റുന്ന ഒരു ടൗൺ ആണ് ഈ പുളിക്കൽ കവല അഥവാ നമ്മൾ ഈ പറയുന്ന വാഴൂർ എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ. കോട്ടയം സെൻട്രൽ ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ
ഇങ്ങോട്ടുള്ള ദൂരമുള്ളൂ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ. ഈ ഇത്രയും ദൂരത്തിനുള്ളിൽ ഈ ജംഗ്ഷനിലെ മനോഹരമായ ഈ സൗധം, ഈ ബിൽഡിങ് വിൽക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ കാരണം അതിന്റെ ഉടമസ്ഥരാരും ഇവിടെ താമസമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് കൈയൊഴിക്കേണ്ടത് അവർക്ക് ആവശ്യമാണ്. ഇത് വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. ധാരാളം ആൾക്കാർ കയറി ഇറങ്ങി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമുള്ള ആൾക്കാരെ എത്ര എളുപ്പം സമീപിച്ചുകൊള്ളുക. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വരെ കുറച്ച് ഇത് കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. സംഗതി ഇതുപോലുള്ള ഇൻഫർമേഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ടോ എല്ലാവരും? ഇതിനെക്കുറിച്ച് കേട്ടിട്ട് ഡീറ്റെയിൽസ് മനസ്സിലായല്ലോ. ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങളൊന്നും അറിയണ്ടേ? നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് മാത്രം പോരാ കേട്ടോ, ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ടേ? അന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അത് വാങ്ങിച്ചു പോകണമെങ്കിൽ അത് ഷെയർ ചെയ്തേ പറ്റുള്ളൂ. ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല നല്ല പ്ലോട്ടുകളുടെ നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ സെലക്ഷൻ കൊണ്ടുവരും. നിങ്ങൾക്ക് തന്നെ സെലക്ഷൻ കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഇതുപോലെ പ്രോപ്പർട്ടി വിൽക്കാനും കാണുമല്ലോ. അങ്ങനെ പ്രോപ്പർട്ടി, വീട്, എന്ത് സാധനമായിക്കോട്ടെ കൊടുക്കാനായിട്ട് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചാൽ, നമുക്ക് തന്നാൽ, നമ്മുടെ ഈ പ്രൈം റിയൽറ്റി കേരള ചാനലിൽ ഏതെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടണം. യാതൊരു മടിയും വിചാരിക്കേണ്ട, ബന്ധപ്പെടുക. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഡീറ്റെയിൽ തന്നോളും. നമുക്ക് നല്ല നല്ല വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടിയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. നല്ല വിലയ്ക്ക് വിൽക്കാനും സാധിക്കും. നന്ദി, നമസ്കാരം.